26/10/2025 CSEB നടത്തിയ അസിസ്റ്റന്റ് സെക്രട്ടറിയിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പോൾ എല്ലാവരെയും ASCC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: If a bank offers 8% annual interest compound annually amount after 2 years on ₹1000, അതായത് 8% വാർഷിക പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് 1000 രൂപയ്ക്ക് ലഭിക്കുന്ന ആ എമൗണ്ട് എത്രയാണെന്ന ചോദ്യം. ഓക്കെ, എമൗണ്ട് എത്രയാണെന്ന ചോദ്യം. അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന തുക 1000 രൂപ, 2 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്, 8% ഇൻട്രസ്റ്റ്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് അങ്ങ് പെട്ടെന്ന് ചെയ്യാം. 1000 രൂപയാണ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. ഓക്കെ, 8% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ 1 വർഷം കഴിയുമ്പോൾ നമുക്ക് മൊത്തം എമൗണ്ടിന്റെ 108% കിട്ടും. 108% എന്ന് പറഞ്ഞാൽ 108/100 കിട്ടും 1 വർഷം കഴിയുമ്പോൾ. ആ എമൗണ്ടിന്റെ 108% അടുത്ത വർഷവും കിട്ടും. ഓക്കെ, ഇതായിരിക്കും 2 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഈ 2 0 ഈ 2 0 ആയിട്ട് കെട്ട്, ഈ 1 0 ഈ 1 0 ആയിട്ട് കെട്ട്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ താഴെ ഒരു 0 നിപ്പുണ്ട്. ഈ 0 കട്ട് ചെയ്യാൻ മേൽ ആരും തന്നെ ഇല്ല, മീൻസ് ഒരു ഡെസിമൽ വരുമെന്ന് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഉത്തരവാകാനുള്ള ചാൻസ് ഉണ്ട്. കൽപ്പിച്ചിട്ട് നമുക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ നോക്കാം, ശരിയാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ 108 എന്തായാലും കൺഫേം ചെയ്തിട്ട് കർപ്പിക്കുന്നതാണ് ബെറ്റർ, എന്നാലും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ 108 × 108 8 8 64 6 0 6 1 8 0 0 0 1 8 1 0 0 1 4 6 8 8 16 1 1. അപ്പൊ നമുക്ക് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 11664 എന്നാണ്. താഴെ 1 0 കട്ട് ചെയ്യാൻ നിപ്പുണ്ട്, അപ്പോൾ ഒരു സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ 1166 രൂപ 40 പൈസ. പോയിന്റ് 4 ഇതല്ലേ ഓപ്ഷൻ ബി ഉത്തരം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്, എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: If LSJXVC is coded for Mumbai. ഓക്കെ, അതായത് മുംബൈയുടെ കോഡാണ് ഇതെന്നാ പറയുന്നത്. അപ്പൊ മുംബൈ നമുക്കൊന്ന് എഴുതിയാലോ. മുംബൈ ആണ് ബി. മുംബൈയുടെ കോഡ് LSJXVC. അങ്ങനെയാണെങ്കിൽ ഡൽഹിയുടെ കോഡ് എന്താണെന്നാണ് ചോദ്യം. ഡൽഹി. നമുക്ക് ആദ്യം എമ്മിന് നമ്പർ എടുക്കാം. എക്ക് 1, ബിക്ക് 2, സിക്ക് 3 അങ്ങനെ കൊടുത്തു. അപ്പോൾ എം 13ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ നമ്മൾ എമ്മിന് 13 കൊടുത്ത്, അപ്പോൾ എമ്മിന്റെ കോഡാണല്ലോ എല്ല്. അപ്പോൾ എല്ല് 12 ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 13 12 ആവണമെങ്കിൽ 1 കുറയണം. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നമ്മൾ. യു 21ാമത്തെ ലെറ്റർ ആണ്, എസ് 19 ആണ്. 21 19 ആവണേ 1 കുറയുമല്ല, 2 കുറയണം. എ 1 ബി 2 സി 3 നോക്കുമ്പോൾ യു 21ാമത്തെ ലെറ്റർ വരും, എസ് 19ാമതും വരും. എം 13ാമത്തെ ലെറ്റർ ആണ്, ജെ 10ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ 13 10 ആയി, 3 കുറഞ്ഞ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ, 1 കുറഞ്ഞ് 2 കുറഞ്ഞ് 3 കുറഞ്ഞ് ഇങ്ങനെ പോവാ. അപ്പൊ അങ്ങനെ പോവാ. ഇനി നമ്മൾ കൂടുതൽ നോക്കണമെന്നില്ല, വേണേൽ ലാസ്റ്റും കൂടെ നോക്കാം. 1 കുറഞ്ഞ് 2 കുറഞ്ഞ് 3 കുറഞ്ഞ് 4 കുറഞ്ഞ് 5 കുറഞ്ഞ് 6 കുറഞ്ഞ്. ഐ എന്ന് പറഞ്ഞാൽ 9, സി എന്ന് പറഞ്ഞാൽ 3, 9 ന്ന് 6 കുറയപ്പോൾ 3. ഈ ബിക്കകത്തുനിന്ന് 4 കുറയാന്ന് വെച്ചാൽ ബിക്കകത്ത് 1 കുറയപ്പോൾ എ, പിന്നെ ഒന്നുകൂടെ കുറയപ്പോൾ ഇസഡിലോട്ട് പോകും, പിന്നെ ഒന്നുകൂടെ കുറയപ്പോൾ ഇസഡിന്റെ തൊട്ട് പുറകിലുള്ള വൈയിലോട്ട് പോകും. അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ മതി, നമുക്ക് സംഭവം കിട്ടി. അപ്പൊ ഇവിടെ 1 പറയണം, ഇവിടെ 2 പറയണം, ഇവിടെ 3 പറയണം, ഇവിടെ 4 പറയണം, ഇവിടെ 5 പറയണം. ഡി 4ാമത്തെ ലെറ്റർ ആണ്. 4ൽ നിന്ന് 1 പറഞ്ഞാൽ 3, 3ാമത്തെ ആള് സി ആണ്. അപ്പൊ സിയിലാണ് എല്ലാവരും തുടങ്ങിയേക്കുന്നത്. ഈ 5ാമത്തെ ലെറ്റർ ആണ്, 5ൽ നിന്ന് 2 പറഞ്ഞാൽ 3 ആണ്, സി. വീണ്ടും സി തന്നെ, സിയിൽ 2 സിയിൽ തുടങ്ങിയ ഒരുപാട് ലെറ്റർ ഉണ്ട്. എല്ല് 12ാമത്തെ ലെറ്റർ ആണ്. 12ൽ നിന്ന് 3 പറഞ്ഞാൽ 9 വരും, 9ാമത്തെ ലെറ്റർ ഐ ആണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ 8ാമത്തെ ലെറ്റർ ആണ്. 8 ൽ 4 ആയ 4, 4ാമത്തെ ലെറ്റർ ഡി വരും. ഐ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9ൽ നിന്ന് 5 പറഞ്ഞാൽ 4 വരും, 4ാമത്തെ ലെറ്റർ ഡി വരും. അപ്പൊ CCIDD ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: The age of the mother and her doctor is in the ratio 5:1. After 15 years, the age of the doctor is half the age of the mother. Then what is the present age of the mother? 2 രീതി ഞാൻ കാണിച്ചു തരാം. 1 ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്തു തരാം. 2 ഇതൊരു എളുപ്പവഴിയുണ്ട്, എളുപ്പവഴി കൂടെ ചെയ്യാം. അത് പഠിച്ചവർക്ക് ആ എളുപ്പവഴി നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റൂ, ഇല്ല പറ്റത്തില്ല. നമുക്ക് പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി അത് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഏജ് ഓഫ് ദ മദർ ആൻഡ് ഹെർ ഡോക്ടർ ഈസ് ഇൻ ദ റേഷ്യോ 5:1. അപ്പം മദർ പുള്ളിക്കാരിയുടെ ഡോക്ടർ റേഷ്യോ 5:1 ആണെന്ന് പറയുന്നു.
അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ഇതിനകത്തൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ നേരത്ത് മദറിന്റെ വയസ്സല്ലേ ഒരു 25, 30, 35 ഒക്കെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. 20-നേക്കാൾ ബെറ്റർ. അപ്പൊ ഞാൻ തൽക്കാലം ഒരു 35 അങ്ങ് ചൂസ് ചെയ്യുക. ഓപ്ഷൻ സി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സി 35. ഇനി ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ 5-നെ എത്ര, അമ്മയുടെ വയസ്സാ 35, ഈ 5-നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 35 കിട്ടും? 7 അതേ 7 കൊണ്ട് തന്നെ നമ്മുടെ മോളെ ഗുണിച്ചാൽ മോളുടെ വയസ്സും കിട്ടും. 1 × 7 7. അപ്പൊ ഇത് രണ്ടുമാണ് അവരുടെ ഏജ് എന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ 15 ഇയർ, അപ്പൊ 15 ഇയർ കഴിയുമ്പോൾ അവരുടെ വയസ്സ് 15 കൂടും. അപ്പൊ 35 15 50 ആവും. 7 15 15 7 22 ആവും. ഇതായിരിക്കും 15 വർഷം കഴിയപ്പോൾ അവരുടെ വയസ്സ്. രണ്ടുപേർക്കും 15 കൂടി നിൽക്കും. അപ്പൊ എന്തോ പറഞ്ഞേക്കുന്നത്, ആഫ്റ്റർ 15 ഇയർ ദ ഏജ് ഓഫ് ദ ഡോട്ടർ ഈസ് ഹാഫ് ഓഫ് ദ ഏജസ് ഓഫ് ദ മദർ. മദറിന്റെ ഹാഫ് ആണെന്ന്. അമ്പന്റെ ഹാഫ് ആണോ 22? അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഓപ്ഷൻ സി അല്ലെന്ന്. ഇനി നമുക്ക് 30 ഇട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മദർ ഡോട്ടർ 5:1 റേഷ്യോ. അമ്മയുടെ വയസ്സ് 30 ഞാൻ ചൂസ് ചെയ്ത്. 5-നെ 6 കൊണ്ട് ഗുണിക്കപ്പോഴാണ് 30 കിട്ടുന്നത്. അപ്പൊ 1-നെ 6 കൊണ്ട് ഗുണിക്കപ്പം 6 വരും. അപ്പൊ അവരുടെ വയസ്സ് 30 6 കിട്ടും. ആഫ്റ്റർ 15 ഇയർ അങ്ങനെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. 15 ഇയർ കഴിയപ്പോൾ രണ്ടുപേർക്കും 15 കൂടുതലായിരിക്കും. 30 വയസ്സുള്ള അമ്മയ്ക്ക് 15 വർഷം കഴിയപ്പം 45 വയസ്സാവും. 6 വയസ്സുള്ള മോക്ക് 15 വർഷം കഴിയപ്പോൾ 21 വയസ്സാവും. 45-ന്റെ പകുതിയാണോ 21? അല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ ബിയും ഉത്തരവല്ല. ഇനി തൽക്കാലം നമുക്ക് 25 എടുത്ത് നോക്കാം. 25 മദർ ആൻഡ് ഡോട്ടർ 5:1 റേഷ്യോ. മദറിന്റെ വയസ്സ് 25. 5-നെ 5 കൊണ്ട് ഗുണിക്കപ്പോഴാണ് 25 കിട്ടുന്നത്. 1-നെ നിങ്ങൾ അതേ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 5 കിട്ടും. 15 വർഷം കഴിയപ്പം അപ്പൊ ഇവിടെ 15 കൂടും. അപ്പൊ 15 കൂടാൻ നേരത്ത് 15 വർഷം കഴിയപ്പം 40 വരും. 25 + 15 40. ഇവിടെ 15 കൂടാൻ നേരത്ത് 20. അമ്മയുടെ പകുതിയല്ലേ മോക്ക്. 15 വർഷം കഴിയപ്പോൾ അമ്മയുടെ പകുതി വയസ്സ് മോക്ക് ഉണ്ടാകുമെന്ന ചോദ്യം പറഞ്ഞേക്കുന്നത് അല്ലെ. ആഫ്റ്റർ 15 ഇയർ ദ ഏജ് ഓഫ് ദ മദർ ഈസ് ഏജ് ഓഫ് ദ ഡോട്ടർ ഈസ് ഹാഫ് ഓഫ് ദ ഏജ് ഓഫ് മദർ. മദറിന്റെ വയസ്സിന്റെ പകുതി ആയിരിക്കും അമ്മയുടെ വയസ്സ്. സോറി, അമ്മയുടെ വയസ്സിന്റെ പകുതി ആയിരിക്കും മോളുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് 40, മോളുടെ വയസ്സ് 20. അപ്പൊ ഓപ്ഷൻ ഡി ഉത്തരം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിത് എളുപ്പവഴി ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറയാം, പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കൊള്ളാം. മദർ ഡോട്ടർ അവരുടെ പ്രസന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:1 5:1. 15 ഇയർ കഴിയപ്പം അവരുടെ റേഷ്യോ നമുക്ക് പറയാം. അമ്മയുടെ പകുതിയാ മോക്ക്. അപ്പൊ അമ്മയ്ക്ക് ഞാൻ 2 വയസ്സ് കൊടുക്കുവാണേ മോക്ക് 1 വയസ്സായിരിക്കും. ഇതാ റേഷ്യോ 2:1. നമുക്ക് കണ്ടെത്തേണ്ടത് അമ്മയുടെ വയസ്സാണ്. അമ്മയുടെ വയസ്സ് ഒരു ഫ്രാക്ഷൻ മോഡിലാണ് നിൽക്കുന്നത്. മേളിൽ 3 സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെയാണ് ആ 3 സംഖ്യ? ഒന്ന് ആരുടെ വയസ്സാണോ കണ്ടെത്തേണ്ടത് അവരുടെ റേഷ്യോ. അപ്പൊ അമ്മയുടെ വയസ്സ് കണ്ടെത്തേണ്ട അമ്മയുടെ റേഷ്യോ 5. ഇനി എതിർ റേഷ്യോന്റെ ഡിഫറൻസ് ആ രണ്ടാമത്തെ നമ്പർ. 3 നമ്പരെ മൊത്തത്തിൽ വേണ്ടുന്നത്. ഒന്ന് ആരുടെ വയസ്സ് കണ്ടെത്തണോ അയാളുടെ റേഷ്യോ. രണ്ട് റേഷ്യോ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളേ. രണ്ടാമത്തെ നമ്പർ ഏതാന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് റേഷ്യോ. രണ്ടാമത്തെ റേഷ്യോന്റെ ഡിഫറൻസ് 2 1 തമ്മിലുള്ള ഡിഫറൻസ് 1 ഇൻറ്റു മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോയിൽ നിന്ന് ഈ റേഷ്യോയിലേക്കുള്ള ദൂരം. മീൻസ് പ്രസന്റ് വയസ്സിൽ നിന്ന് 15 വർഷത്തിലേക്കുള്ള ദൂരം. 15 വർഷത്തെ ദൂരം ഉണ്ട്. മീൻസ് 15 ബൈ ഇത് ക്രോസ് ചെയ്ത് മൈനസ് ചെയ്താൽ മതി. 5 × 1 5 മൈനസ് 2 × 1 2. അങ്ങനെ 5 × 1 × 15 ഡിവൈഡ് ബൈ 3. 5 × 2 3 അല്ലേ. 3 15 കൂടെ കട്ട് ചെയ്ത് 5. 5 × 5 25. അതായത് അമ്മയുടെ വയസ്സ് 25 നീട്ടി. ഓപ്ഷൻ ഡി. ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം. അല്ല എക്സ് ഒക്കെ വെച്ചും ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കഥ. ജസ്റ്റ് 2 മെത്തേഡ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യം നമ്പർ 4. എ സ്റ്റുഡൻറ് ഗോട്ട് 40% മാർക്ക് ആൻഡ് ഫെയിൽഡ് ബൈ 20 മാർക്ക്. എന്ത് അർത്ഥം? ഒരു കുട്ടി 40% മാർക്ക് മേടിച്ച് 40% മാർക്ക് വാങ്ങിച്ച് ആൻഡ് ഫെയിൽഡ് ബൈ 20 മാർക്ക്. അപ്പം 20 മാർക്കിന് തോറ്റുപോയി. 40% മാർക്ക് മേടിച്ച് 20 മാർക്കിന് തോറ്റുപോയി. ഇഫ് പാസിംഗ് മാർക്ക് ഈസ് 50%, പാസിംഗ് മാർക്ക് 50% ആണ്, 50%. വാട്ട് ഈസ് ദ മാക്സിമം മാർക്ക്? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്ക്. ആ പുള്ളിക്കാരിക്ക് 40% മാർക്ക് കിട്ടി. പക്ഷെ ആ പുള്ളിക്കാരി 50% മാർക്കാണ് ജയിക്കാൻ വേണ്ടുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എത്ര ശതമാനത്തിന്റെ കുറവ് ആ കൊച്ചിനെ സംഭവിച്ച്? 10% കുറവ് സംഭവിച്ചു. ആ കുട്ടി 20 മാർക്കിനെ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ 10% 20 മാർക്ക് അല്ലേ? സംഭവം മനസ്സിലായോ? ഒന്നുകൂടെ, മൊത്തത്തിൽ 40% മാർക്കേ ആ കുട്ടിക്ക് കിട്ടിയുള്ളൂ. ജയിക്കണമെങ്കിൽ 50% മാർക്ക് വേണം. മീൻസ് ആ കുട്ടിക്ക് 10% മാർക്ക് വേണമായിരുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ 10% മാർക്ക് കൂടെ വേണമായിരുന്നു. ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി തോറ്റത് 20 മാർക്കിനാണ്. എന്നുവെച്ചാൽ ആ കുട്ടി 20 മാർക്ക് കൂടെ മേടിച്ചാൽ ജയിക്കുമായിരുന്നു. ശതമാനം വെച്ച് നോക്കപ്പം ആ കുട്ടിക്ക് 10% കൂടെ വേണമായിരുന്നു. ചോദ്യപ്രകാരം 20 മാർക്ക് കൂടെ വേണമായിരുന്നു. എന്തിന്? ജയിക്കാൻ. അപ്പൊ 10% 20 മാർക്ക്. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം മാർക്ക്? മാക്സിമം എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് 100%. അപ്പൊ 100% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടെത്താൻ, ഈ സാധനം കണ്ടെത്താൻ നിങ്ങൾ ക്രോസ് ചെയ്ത് നിൽക്കുന്നത് ഗുണിച്ചിട്ട് ഇയാളെ കൊണ്ട് ഹരിച്ചാൽ മതി. ക്രോസ് ചെയ്ത് ഗുണിച്ചിട്ട് ഇയാളെ കൊണ്ട് ഹരിച്ചാൽ ഇത് കിട്ടും. അതായത് 100 × 20 ഡിവൈഡഡ് ബൈ 10. 0 കട്ട് 2 × 100 200 മാർക്കാണ് മാക്സിമം മാർക്ക്. മീൻസ് ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. മീൻ ഓഫ് 5 നമ്പേഴ്സ് ഈസ് 20. 5 സംഖ്യകളുടെ മീൻ ആവറേജ് 20 ആണ്. ഇഫ് 1 നമ്പർ ഈസ് 18 ഈസ് റീപ്ലേസ്ഡ് ബൈ 26. അതായത് ഒരു നമ്പർ 18നെ മാറ്റുന്നു. എന്ത് വെച്ച് മാറ്റുന്നു? 26 വെച്ച് മാറ്റുന്നു. അതായത് 18നെ മാറ്റി 26നെ കൊണ്ടുവരുന്നു. ന്യൂ മീൻ. മീൻ മീൻസ് ആവറേജ്. അതായത് 5 സംഖ്യകളുടെ ശരാശരി 20. രണ്ട് രീതി പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ചെയ്യുന്ന രീതിയാണ്, രണ്ട് ഇതിന്റെ സാധാ സ്റ്റെപ്പാണ്. സാധാ സ്റ്റെപ്പ് രണ്ടാമതായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, എണ്ണം 5 ആണ്. അതിന്റെ ആവറേജ് മീൻസ് മീൻ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരു സംഖ്യ 28നെ മാറ്റും, 18നെ മാറ്റുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 18നെ നമ്മൾ പറഞ്ഞു കിട്ടും, എന്നിട്ട് പകരം 26നെ കൊണ്ടുവരുന്നു. മനസ്സിലായി? 18നെ മാറ്റി 26നെ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, 18 പോയി 26 വന്നാൽ സ്വാഭാവികമായിട്ടും ടോട്ടൽ കൂടി ആവറേജ് കൂടത്തില്ലേ? കൂടും. അപ്പൊ നിലവിലുള്ള ആവറേജ് 20 ആണ്, അതിനേക്കാൾ കൂടും. കാരണം 18 പോയിട്ട് അതിനേക്കാൾ വലിയൊരാൾ വന്നാൽ 26 വരപ്പോൾ ആവറേജ് കൂടും. എങ്ങനെ കൂടുമെന്ന് വെച്ചാൽ ഇതിന്റെ വ്യത്യാസത്തെ നിലവിലുള്ള എണ്ണം കൊണ്ട് ഹരിക്കുന്ന അത്രയും കൂടും. അതായത് 18 26 തമ്മിലുള്ള വ്യത്യാസം 8 അല്ലേ? ആ 8നെ നിലവിലുള്ള എണ്ണം കൊണ്ട് ഹരിക്കുക, അത്രയും കൂടും. 8/5. അപ്പം 20 പ്ലസ് 8/5 എന്ന് പറഞ്ഞാൽ 8നെ 5 കൊണ്ട് ഹരിച്ചു നോക്കിക്കോ. 1 5 5 3.06 1.6 മീൻസ് 21.6 എന്ന് ഉത്തരം കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഓപ്ഷൻ എ. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് മറ്റൊരു മാർഗമുണ്ട്. നിങ്ങൾക്കറിയാം എണ്ണവും ആവറേജ് അഥവാ മീനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും. ടോട്ടൽ ഇവിടെ 5 സംഖ്യകളാണ് ഉള്ളത്, അതിന്റെ ആവറേജ് 20 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ആണ്. മീൻസ് ഈ 5 സംഖ്യകളുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഈ 5 സംഖ്യകളുടെ ടോട്ടൽ 100 ആണ്. ഇതിൽ നിന്ന് 18നെ മാറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ 18നെ അങ്ങ് കളയാം നമുക്ക്. അപ്പൊ 10 × 8 2 9 × 1 8 82 വരും. എന്നിട്ട് 26നെ ആഡ് ചെയ്തെന്നാ പറയുന്നത്. എന്നിട്ട് 26 ആഡ് ചെയ്യാം. 6 2 8 8 2 10 108 എന്ന് വരും. അപ്പൊ 18 മാറിയിട്ട് 26 വരപ്പം പുതിയ ടോട്ടൽ 108. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ മീൻ, പുതിയ ആവറേജ് കണ്ടുപിടിച്ചൂടെ? എന്തോ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ എടുക്കുക, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ 108നെ നമുക്ക് 5 കൊണ്ട് ഹരിച്ചാൽ മതി. 2 5 10 8 5 5 3.06. അപ്പൊ 21.6 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾ ചെയ്ത് ശീലിച്ചത് അത് ചെയ്തോ. ഓക്കെ, അഡ്ജസ്റ്റ്. ആറാമത്തെ ചോദ്യം. 2 train 150 meter and 100 meter long moving in opposite direction at 54 km per hour and 36 km per hour will cross each other. എന്തോ ക്വസ്റ്റ്യൻ അർത്ഥം? 2 ട്രെയിൻ ഉണ്ട്, അത് 54 km/h 36 km/h മൂവ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അത് തമ്മിൽ കടന്നു പോകാൻ എത്ര സമയം എടുക്കും? ഓക്കെ, അപ്പൊ ട്രെയിനിന്റെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഏത് ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ഡിസ്റ്റൻസ് എഴുതണം, സ്പീഡ് എഴുതണം, ടൈം എഴുതണം. ഇവിടെ 2 ട്രെയിനിന്റെ ക്രോസ് ചെയ്യുന്ന ചോദ്യം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ട്രെയിനിന്റെ നീളങ്ങൾ കൂട്ടുന്നതായിരിക്കും. അതായത് 2 ട്രെയിൻ പരസ്പരം കടന്നു പോകാൻ അതിന് സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം അതിന്റെ നീളങ്ങളുടെ തുകയായിരിക്കും. ഒന്നാമത്തെ ട്രെയിനിന്റെ നീളം 150 മീറ്റർ ആണ്, രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 250 മീറ്റർ ആണ്. പിന്നെ ഉള്ളത് സ്പീഡാണ്. ഒരു ട്രെയിനിന്റെ സ്പീഡ് 54 km/h ആണ്,
രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് 36 km/h ആണ്. ശ്രദ്ധിക്കണം, രണ്ട് ട്രെയിനിന്റെ സ്പീഡ് ഉണ്ടെങ്കിൽ അവിടെ എസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ രണ്ട് ട്രെയിനിന്റെ സ്പീഡ് കൂട്ടി വെക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് വെക്കുന്നതായിരിക്കും. എപ്പോഴാണ് കൂട്ടേണ്ടതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് കടന്നു പോകുന്നതെങ്കിൽ, ഒരു ട്രെയിൻ അങ്ങോട്ട് ഒരു ട്രെയിൻ ഇങ്ങോട്ട് അങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ സം ചെയ്യുക ചെയ്യേണ്ടത് സ്പീഡ് തമ്മിൽ. ഓക്കെ, ഇനി ഒരേ ഡയറക്ഷനിൽ ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നു, അതിന്റെ പുറകെ മറ്റൊരു ട്രെയിൻ ഇതിനെ കടന്നു കയറി പോകണം. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ആ സ്പീഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങൾ എസ് ആയിട്ട് പരിഗണിക്കേണ്ടത്. അപ്പൊ 54 36 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 90 km/h എന്ന് കിട്ടും. പക്ഷെ ഇവിടെയും പ്രശ്നമുണ്ട്, ഇവിടെ മീറ്റർ നിൽക്കുമ്പോൾ ഇവിടെ m/s ആ സ്പീഡ് വേണ്ടുന്നത്. അപ്പൊ ഈ km/h നിങ്ങൾ m/s ആക്കണം. അതിനൊരു റൂൾ ഉണ്ട്, 5/18 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പൊ അതങ്ങ് m/s ആയിക്കോളും. ഓക്കെ, ഈ 18 90 കട്ട് ചെയ്യും. 18 എത്ര കൊണ്ട് ഗുണിച്ചാൽ 90 കിട്ടും? 5 ആണ്. അപ്പൊ 5 × 5 25 m/s. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ടൈം കണ്ടെത്താം. ഡിസ്റ്റൻസ് സ്പീഡ് പറയുമെങ്കിൽ ടൈം കണ്ടെത്താനുള്ള റിസൾട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 250 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, സ്പീഡ് എന്ന് പറഞ്ഞാൽ 25 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 250നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ ഉത്തരം. ഓക്കെ, എത്ര കിട്ടും? 10 സെക്കൻഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഓപ്ഷൻ എ. അടുത്ത 3 ക്വസ്റ്റിന് ഒറ്റ സ്റ്റെപ്പ് ഉത്തരം, അതുകൊണ്ട് 3 അങ്ങ് എഴുതിയിട്ടുണ്ട് കൂടി. 7ാമത്തെ ചോദ്യം, ഇൻ എ സ്റ്റുഡന്റ് റോൾ അരുൺ ഈസ് 20th ഫ്രം ദ ടോപ്പ് ആൻഡ് 31st ഫ്രം ദ ബോട്ടം. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? അതായത് ഒരു അരുണിന്റെ റോൾ നമ്പർ പ്രകാരം അരുണിന്റെ സ്ഥാനം മുകളിൽ നിന്ന് 20ാമതും താഴെ നിന്ന് 31ാമതുമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി ഒരു വരി, ഒരു റാങ്ക് ലിസ്റ്റ്, അതിനകത്തൊക്കെ ഒരാളുടെ സ്ഥാനം തന്നിരിക്കുന്നത് 2 എൻഡിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കണ്ടെത്താൻ, ഇവിടെ ടോട്ടൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ 2 സൈഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ, ഞാൻ ലെഫ്റ്റ് റൈറ്റ് എന്ന് വിളിക്കുന്നത്, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. ഇവിടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 20ാമതും റൈറ്റ് എന്ന് പറഞ്ഞാൽ 31ാമതായിട്ട് എടുക്കാം. ഇപ്പൊ രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ 31ൽ നിന്ന് കുറച്ചാൽ 30, 30 20 ചേർപ്പ് എത്ര കിട്ടും? 50. ഇതാണ് നമ്മുടെ ഉത്തരം, 50. അല്ലെ തന്നെ 20 31 51, 51ൽ നിന്ന് 1 കുറച്ച് എത്ര? 50. ഉത്തരം ഓപ്ഷൻ എ തന്നെ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മിറർ ഇമേജ് ഓഫ് 1120, അതായത് 11:20 ആയപ്പം 11:20 ആയപ്പോൾ അതിന്റെ മിറർ ഇമേജ് എത്രയാണ് ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, മിറർ ഇമേജ് 11 മണി തൊട്ട്, ശ്രദ്ധിക്കണം, 11 മണി തൊട്ട് 12:59 വരെ, മീൻസ് 11 മണി സമയങ്ങളും 12 മണി സമയങ്ങളെല്ലാം നിങ്ങൾ മിറർ ഇമേജ് കണ്ടെത്താൻ 23:60 എന്ന് കുറയ്ക്കണം. ഈ നമ്പർ കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, 23:60 ഈ 11:20 കുറച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഉത്തരത്തിലെത്താം. അപ്പൊ 0 4 2 1 12:40, ഓപ്ഷൻ ബി അതാ ഉത്തരം. ശ്രദ്ധിക്കണം, 11 മണി സംതിങ് സമയങ്ങളും 11 മണി പറയുന്ന സമയങ്ങളും 12 മണി പറയുന്ന സമയങ്ങളുമാണ് 23:60 എന്ന് കുറയ്ക്കേണ്ടത്. അല്ലാത്ത ബാക്കിയുള്ള സമയങ്ങളെല്ലാം 8 10 8 40 7 15 1 2 1 36 അങ്ങനെയൊക്കെയുള്ള സമയങ്ങളുണ്ടല്ലോ. 11ലോ 12ലോ പറഞ്ഞ് തുടങ്ങാത്ത എല്ലാ സമയങ്ങളും നിങ്ങൾ 11:60 എന്ന് കുറച്ചാലും മതി. ഓക്കെ, അപ്പൊ ആ കാര്യം കഴിഞ്ഞു. 8ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 9ാമത്തെ ക്വസ്റ്റ്യൻ, 1 January 2004, 4 ആയിരുന്നു 24 ആയിരുന്നു? ഒറ്റ നിമിഷേ, 24 ആണേ, 24 ക്വസ്റ്റ്യൻ എഴുതിയതിൽ മിസ്റ്റേക്ക്. അപ്പൊ 1 January 2024 വാസ് മൺഡേ. 2024 ജനുവരി 1 തിങ്കളായാൽ വിച്ച് ഡേ കംസ് ഓൺ 1 January 2025? 2025 ജനുവരി 1 ഏത് ദിവസമാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസിയാണ് സംഭവം. അപ്പൊ എന്തോ നമ്മുടെ ചോദ്യത്തിൽ പറയുന്നേ, 2024 ജനുവരി 1 മൺഡേ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2025 ജനുവരി 1 ഏത് ദിവസമാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആദ്യം മാസം ഡേറ്റും സെയിം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കണം. വർഷം ഡിഫറൻ്റ് ആണല്ലോ, മാസം ഡേറ്റും സെയിം ആണ്. അപ്പൊ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കുക, അപ്പോൾ 1 കിട്ടും. ആ 1 അവിടോട്ട് എഴുതി ചേർക്കണം. എന്നിട്ട് 2024 ജനുവരി 1 തൊട്ട് 2025 ജനുവരി 1 വരെ എത്ര ഫെബ്രുവരി 29 വരുമെന്ന് നോക്കണം. ഫെബ്രുവരി 29 ഈ അധികം നിൽക്കുന്ന ദിവസത്തെ 2024 അതിവർഷമാണല്ലോ, അതിനകത്ത് ഫെബ്രുവരി 29 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കിട്ടും നമുക്ക്. 2024 അതിവർഷമായിട്ട് ഒരെണ്ണം കിട്ടും. അപ്പൊ ആ ഒരെണ്ണം കൂടി ഇവിടെ ആഡ് ചെയ്യണം. ടോട്ടലി എത്ര കിട്ടും? 2. ഈ 2 എടുത്ത് ഇവിടെ കൂട്ടിയ ഉത്തരവാണ്.
തിങ്കളിനോടൊപ്പം 2 ദിവസം കൂട്ടണം. ചൊവ്വ, ബുധൻ. അപ്പൊ നമ്മുടെ ഉത്തരം ബുധൻ എന്ന് വരും. യഥാർത്ഥത്തിൽ 2025 നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർഷമാണ്. ജനുവരി 1 ബുധനായിരുന്നു. ഓക്കെ, 2026 ജനുവരി 1 വ്യാഴമാവും കേട്ടോ. കാര്യം 2024 ജനുവരി 1 മൺഡേ ആവുമ്പം 2025 ജനുവരി 1 ബുധനാവാനുള്ള റീസൺ, 2 ദിവസം മുമ്പോട്ട് പോകാനുള്ള റീസൺ അതിനിടയ്ക്ക് ഫെബ്രുവരി 29 ഉണ്ടായോണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ ഓരോ വർഷവും കഴിയുന്നത് ഓരോ ദിവസം കഴിഞ്ഞിട്ടാണ്. മീൻസ് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ 2025 ജനുവരി 1 ബുധനാണല്ലോ, 2026 ജനുവരി 1 ആവുമ്പോൾ വ്യാഴമാവും. ഓരോ ദിവസം വെച്ച് കൂടത്തേ ഉള്ളു ഫെബ്രുവരി 29 വന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ആൽഫബറ്റ് ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്യണമെന്ന്. ഇത്രയും കഥകളുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫെയിം, ഫാമിലി, അങ്ങനെ സംതിങ്. അപ്പൊ നിങ്ങൾ ആദ്യം ആദ്യത്തെ ലെറ്റർ എല്ലാം നോക്കണം. എഫ്, 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 എഫ് എല്ലാത്തിലും സെയിം ആണ്. ഓക്കെ, അപ്പൊ അതിന് രണ്ടാമത്തെ ലെറ്റർ നോക്കണം. എഫ് എ, എഫ് എ, എ, അതും സെയിം ആണ്. മൂന്നാമത്തെ ലെറ്റർ നോക്കണം, ഡിഫറൻ്റ് ആയി. ഇവിടെ എം വന്ന്, ഇവിടെ എം വന്ന്, ഇവിടെ സി വന്ന്, ഇവിടെ സി വന്ന്. എന്തായാലും മൂന്നാമത്തെ ലെറ്ററിലാണ് ഡിഫറൻ്റ് ആയി തുടങ്ങുന്നത്. അപ്പൊ ഈ സി സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ല എന്തായാലും എം വരത്തുള്ളൂ. അപ്പൊ സി. അപ്പൊ സി, ഈ രണ്ടെണ്ണത്തിന് ആദ്യം ആര് വരുമെന്ന് നോക്കിയാൽ മതി. ഫാക്ടർ, ഫാക്ച്വൽ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ എഫ് എ സി ഉണ്ട്, ഇവിടെ എഫ് എ സി ഉണ്ട്. ഇനി എഫ് എ സി ടി ഉണ്ട്, ഇവിടെ എഫ് എ സി ടി ഉണ്ട്. ഇവിടെ ഒ ഉണ്ട്, യു ഉണ്ട്. അതിന് ആരാ? ഇത്രയും സെയിമാ, 4 എണ്ണം, ഈ 2 എണ്ണത്തിന് അത് സെയിമാ. ഇനി ഒ ആണോ യു ആണോ ആദ്യം വരുന്നത്? ഒ 15ാമത്തെ ലെറ്റർ, യു 21ാമത്തെ ലെറ്റർ. ഒ ആദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആദ്യം വരും, ഫാക്ടർ. അത് കഴിഞ്ഞിട്ട് ഇയാൾ വരും, ഫാക്ച്വൽ. ഓക്കെ, ഫാക്ടർ, ഫാക്ച്വൽ എന്ന് പറയുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പം ഇത് രണ്ടും എഴുതി. ഇനി അടുത്ത ഒരാളെയും കൂടെ കണ്ടുപിടിച്ചാൽ തീർന്നു, പരിപാടി തീർന്ന്. അപ്പൊ ഈ 2 എണ്ണത്തിന് ഇനി ആരാ ആദ്യം വരുന്നതെന്ന് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ നോക്ക്, എഫ് എ, എഫ് എ, ഇവിടെ എം, ഇവിടെ എം, ഇവിടെ ഇ, ഇവിടെ ഐ, സെയിം ഐ. അപ്പൊ ഇവിടെ ഇ ഐ, ഈ 5ാമത്തെ ലെറ്ററോ ഐ 9ാമത്തെ ലെറ്ററോ. അപ്പൊ 5 കഴിഞ്ഞിട്ടല്ലേ 9 വരത്തുള്ളൂ. അപ്പൊ ഇയാള് പിന്നെ വരും, ഫെയിം. പിന്നെ ഫാമിലി വരും. ഓക്കെ, അപ്പൊ ഫാക്ടർ, ഫാക്ച്വൽ, ഫെയിം. നോക്ക്, ഫാക്ടർ, ഫാക്ച്വൽ, ഫെയിം, ഫാമിലി. അപ്പൊ ഓപ്ഷൻ എ ഉത്തരം. ഓപ്ഷൻ എ ഉത്തരം. ഫാക്ടർ, ഇത് രണ്ട് സെയിം അല്ലേ? ഫാക്ടർ, ഫാക്ച്വൽ, ഫെയിം, ഫാമിലി, ഇത് രണ്ട് സെയിം ആണ് കേട്ടോ. ഫാക്ടർ, ഫാക്ച്വൽ, ഫാമിലി, ഫാക്ച്വൽ. ഓക്കെ, അപ്പൊ ഇത് ഏത് വേണമെന്ന് ചോദ്യകർത്താവ് തീരുമാനിക്കട്ടെ. ഇത് ഞാൻ എഴുതിയേക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ. അപ്പൊ അതോടെ ഒന്ന് ചെക്ക് ചെയ്തേക്കട്ടെ. ഓപ്ഷൻ എ, ഫാക്ടർ, ഫാക്ച്വൽ, ഫെയിം, ഫാമിലി. ഓക്കെ, ഓപ്ഷൻ ഡി, ഫാക്ടർ, ഫാക്ച്വൽ, ഫെയിം, ഫാമിലി. ഓക്കെ, എനിക്ക് കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ടും അങ്ങനെയാണ്. ചിലപ്പോൾ എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാം. അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഒരേ ഓപ്ഷനാണ്. അപ്പം ഇതിലേതാണ് എന്ന് ചോദ്യകർത്താവ് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം.